യു എയിൽ എത്തിയ കാലം തൊട്ടിട്ട് അത്ഭുതം തോന്നിയിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ തടിയിൽ തീർത്ത ബോട്ടുകൾ എങ്ങോട്ടാണ് ഈ പുറപ്പെട്ടു പോകുന്നത് എന്ന്. വലിയ കപ്പൽ ചാലുകളുടെയും ഷിപ്പിംഗ് ലൈനുകളുടെയും കണ്ടെയ്നറുകളുടെയും എല്ലാം കാലത്ത് തടിയിൽ തീർത്ത ഈ ബോട്ടുകൾ ഇത്രയും ചരക്കുകളുമായിട്ട് യു എയുടെ തീരത്ത് നിന്ന് എങ്ങോട്ടാണ് ഈ പുറപ്പെട്ടു പോകുന്നത്? തടിയിൽ തീർത്ത വലിയ ബോട്ടിൽ നിരനിരയായി അടുക്കി വെച്ചിട്ടുള്ള കാറുകൾ, ആ കാഴ്ചയിൽ നിന്നാണ് കൗതുകത്തിന്റെ തുടക്കം. അന്വേഷിച്ചപ്പോൾ അറിയാനായി വർഷം തോറും 3000-ലേറെ ഇത്തരം വുഡൻ ഡോസ് യു എയിൽ നിന്ന് യമനിലേക്കും ഇറാനിലേക്കും സൊമാലി ലാൻഡിലേക്കുമെല്ലാം പുറപ്പെട്ടു പോകുന്നുണ്ട്. ദുബായ് ദേര ക്രീക്കിൽ നിന്നും ഷാർജ പോർട്ടിൽ നിന്നുമെല്ലാം നിരനിരയായി അടുക്കി വെച്ച് സാധനങ്ങൾ കയറ്റിയിട്ട് ഇവർ പുറപ്പെട്ടു പോകുന്നത് ദിവസങ്ങളും ആഴ്ചകളും എടുക്കുന്ന യാത്രയിലേക്കാണ്. കാറും ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളും ടയറും മറ്റുമെല്ലാമാണ് ഇവിടെ നിന്ന് യു എയിൽ നിന്ന് അങ്ങോട്ട് കയറ്റി അയക്കപ്പെടുന്നത്. തിരിച്ചിങ്ങോട്ട് ഇറാനിലെ ബന്ദർ അബ്ബാസിൽ നിന്നും കീഷ് ദ്വീപിൽ നിന്നും പച്ചക്കറിയും ഫ്രൂട്ട്സും അടക്കമുള്ള സാധനങ്ങൾ ഇറക്കുമതിയും ചെയ്യുന്നു. ഇറാനിയൻസ് ആണ് ഇതിൽ നാവികരായിട്ടുണ്ടാവുന്നതിൽ അധികവും. ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള ആൾക്കാരും ഇത്തരം ബോട്ടുകളിൽ പണിയെടുക്കുന്നുണ്ട്. അവർ ഉണ്ണുന്നതും ഉറങ്ങുന്നതുമെല്ലാം ഈ ബോട്ടിൽ തന്നെ. മറൈൻ ഏജൻസി ഫോർ വുഡൻ ഡോസ് എന്ന് പറയുന്ന ഒരു അതോറിറ്റി ഇത്തരം കപ്പലുകളുടെ കാര്യം നോക്കാൻ വേണ്ടി മാത്രമായിട്ട് ദുബായിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ കണക്ക് പ്രകാരം വലിയ കപ്പൽ ശൃംഖലകളുടെയും ഷിപ്പിംഗ് ലൈനുകളുടെയും കാർഗോ ഓഫറുകളുടെയും എല്ലാം ഈ കാലത്തും ഈ പരമ്പരാഗത വ്യാപാരം മുന്നോട്ട് തന്നെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്.